നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കഴുകനാകണം. എന്നാൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു തത്തയാകരുത്. കാരണം തത്ത ഒരുപാട് സംസാരിക്കും, എന്നാൽ വളരെ ഉയരത്തിൽ പറക്കാൻ കഴിയില്ല. എന്നാൽ കഴുകന് നേരെ മറിച്ച് വളരെ ഉയരത്തിൽ പറക്കാൻ കഴിയും. കഴുകൻ ആകാശം തൊടാനുള്ള ഇച്ഛാശക്തിയുണ്ട്. അതുകൊണ്ട് കഴുകനെ നമുക്ക് മറ്റു പക്ഷികളുടെ രാജാവെന്ന് വിളിക്കാം. ഒരു കഴുകനിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക. ഈഗിൾസ് പൊതുവെ ഒറ്റയ്ക്ക് പറക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. മറ്റെല്ലാ പക്ഷികളെക്കാളും ഉയരത്തിൽ ഒറ്റയ്ക്കവർ പറക്കും. മറ്റു പക്ഷികളോടൊപ്പം ഒരിക്കലും അവർ പറക്കാറില്ല. ഉയരത്തിൽ പറക്കുന്ന കഴുകന്റെ പുറത്തൊരു കാക്ക കയറിയിരുന്ന് ശല്യപ്പെടുത്താൻ ശ്രമിച്ചാൽ കഴുകൻ അതിനെ ഒന്നും ചെയ്യില്ല. അത് വളരെ നിശബ്ദമായി തന്നെ പറന്നുകൊണ്ടിരിക്കും. എന്നാൽ കൂടുതൽ ഉയരത്തിലേക്ക് ചെല്ലുമ്പോൾ കാക്കയ്ക്ക് ശ്വാസം മുട്ടി അത് നിലത്തേക്ക് വീഴും. കഴുകൻ പിന്നെയും പറന്നുയരും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെറിയ ചിന്താഗതിക്കാരായ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കണം. നിങ്ങളുടെ യാത്ര നിങ്ങൾ ഒറ്റയ്ക്ക് ആരംഭിക്കണം. നിങ്ങളുടെ യാത്രയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടാലും അതിനെയെല്ലാം തകർത്തുകൊണ്ട് മുകളിലേക്ക് ഉയരണം. ഒരു കഴുകന്റെ യഥാർത്ഥ ശക്തി അതിന്റെ ചിറകുകളാണ്. ആ ചിറക് വിടർത്തിയാണ് അത് ഉയരങ്ങളിലേക്ക് പറക്കുന്നത്. അതുപോലെയാണ് മനുഷ്യരും അവരുടെ മൈൻഡ് ഓപ്പണാക്കി വെക്കണം. പഠിക്കുന്നതിനും ഇംപ്രൂവ് ചെയ്യുന്നതിനും സ്ട്രോങ് ആവുന്നതിനും അത് വളരെ ആവശ്യമാണ്. ഒരു കഴുകനെ പോലെയാകാൻ നിങ്ങൾ കഴുകന്റെ മെന്റൽ ആറ്റിറ്റ്യൂഡ് അറിഞ്ഞിരിക്കണം. കഴുകന്റെ പോലെയുള്ള മെന്റാലിറ്റിയും മൈൻഡ് സെറ്റും സെറ്റ് ചെയ്യണം. കഴുകന്റെ കാഴ്ച വളരെ വ്യക്തവും ശക്തവുമാണ്. കഴുകനവയുടെ ഇരയെ 5 കിലോമീറ്റർ അകലെ നിന്ന് വരെ കാണാൻ സാധിക്കും. കഴുകനതിന്റെ ലക്ഷ്യം കണ്ടു കഴിഞ്ഞാൽ അത് എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും എത്ര കഠിനമാണെങ്കിലും തന്റെ ലക്ഷ്യം അത് വേട്ടയാടി പിടിക്കും. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പാഠം, നിങ്ങളുടെ കാഴ്ച വളരെ വ്യക്തമായിരിക്കണം. നിങ്ങളുടെ ലക്ഷ്യം എത്ര കഠിനമുള്ളതാണെങ്കിലും അത് നേടിയെടുക്കണം. കഴുകൻ ജീവനില്ലാത്ത ഒന്നിനെയും ഭക്ഷിക്കാറില്ല. അവരെപ്പോഴും ജീവനുള്ളവയെ വേട്ടയാടി പിടിക്കാറാണ് പതിവ്. ഇതിൽ നിന്നും കഴുകൻ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഭൂതകാലം മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഭൂതകാലത്തിൽ ശ്രദ്ധിക്കരുത്. അത് നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യും. നിങ്ങളുടെ വരാനിരിക്കുന്ന ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഭൂതകാലങ്ങൾക്കെല്ലാം വിട പറഞ്ഞ് വർത്തമാനകാലത്തിൽ ജീവിക്കാൻ ശ്രമിക്കണം. ഭൂതകാലങ്ങളെ ഒരിക്കലും വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരരുത്. ഭൂതകാലത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചാലും അവയെല്ലാം, ആ ഓർമ്മകളും ചിന്തകളുമെല്ലാം ഇതിനോടകം മരിച്ചുപോയി. കഴുകന്മാർ കൊടുങ്കാറ്റിനെ ഇഷ്ടപ്പെടുന്നവരാണ്. മറ്റെല്ലാ പക്ഷികളും മഴയും കൊടുങ്കാറ്റുമൊക്കെ വരുമ്പോൾ അതിന്റെ കൂടുകളിൽ പോയി ഒളിക്കാറാണ് പതിവ്. എന്നാൽ കഴുകൻ മഴയെ ഭയക്കില്ല. കാറ്റിന്റെ വേഗത്തിനനുസരിച്ച് കഴുകന്മാർ കൂടുതൽ ഉയരത്തിലേക്ക് പറക്കാൻ ശ്രമിക്കും. അധികം താമസിയാതെ മഴയുണ്ടാക്കുന്ന മേഘങ്ങളും കഴിഞ്ഞ് അത് മുകളിലെത്തും. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ലൈഫിലെ ഓരോ കാര്യങ്ങൾക്കും സൊല്യൂഷനുണ്ട്. ഓരോ ചലഞ്ചിലും ഓപ്പർച്യൂണിറ്റി ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങളും ചലഞ്ചുകളും കടന്ന് നിങ്ങൾ മുകളിലേക്ക് ഉയരുമ്പോൾ അവിടെ നിങ്ങൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് തെളിഞ്ഞു വരും. കഴുകന്മാർ അവരുടെ കൂടുകളിൽ നിന്ന് സോഫ്റ്റ് ആയിട്ടുള്ള പുല്ലുകൾ എപ്പോഴും നീക്കം ചെയ്യാറുണ്ട്. അതുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങൾക്ക് അതിൽ കംഫർട്ടബിളായി ഇരിക്കാൻ സാധിക്കില്ല. അവർ നേരത്തെ തന്നെ കംഫർട്ടബിൾ ആയാൽ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് മദർ കഴുകന്മാർ ഇതിനനുവദിക്കാത്തത്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, കംഫർട്ട് സോണിൽ ഒരിക്കലും വളർച്ചയില്ല എന്നുള്ളതാണ്. പല മനുഷ്യരും അവരുടെ കംഫർട്ട് സോണിലാണ് കഴിയുന്നത്. ഒരാൾ എത്രത്തോളം കംഫർട്ട് സോണിലാണോ അത്രത്തോളം തന്നെ അയാൾ മടിയനായിത്തീരും. അങ്ങനെ അയാളുടെ ലൈഫും വളരെയധികം ബുദ്ധിമുട്ടുള്ളതായി മാറും. മറ്റു പക്ഷികളെക്കാൾ കഴുകന് 70 വർഷം വരെ ജീവിക്കാൻ കഴിയും. എന്നാൽ 70 വയസ്സിൽ എത്തിച്ചേരാൻ അതൊരു പെയിൻഫുള്ളായിട്ടുള്ള പ്രോസസ് മറികടക്കണം. 40 വയസ്സെത്തുമ്പോഴേക്കും ഒരു കഴുകന്റെ നഖങ്ങൾ നീളത്തിൽ ബലഹീനമാകാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ അവയുടെ ഇരയെ ശരിയായി വേട്ടയാടാൻ സാധിക്കില്ല. മാത്രമല്ല അതിന്റെ ചുണ്ടും വളരെ നീളത്തിൽ വളഞ്ഞു വരും. പറക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം കഴുകൻ അവിടെ ഒരു തീരുമാനമെടുക്കും. കഴുകൻ ഒരു കല്ലിൽ അവയുടെ ചുണ്ടിടിച്ച് അത് പൊട്ടിക്കും. പിന്നെ ഇത് വീണ്ടും വളരുന്നതുവരെ വെയിറ്റ് ചെയ്യും. അത് വളർന്നു കഴിയുമ്പോൾ അതുപയോഗിച്ച് കാലിലെ നഖങ്ങൾ കൊത്തി നശിപ്പിക്കും. പിന്നെ അത് വീണ്ടും വളരുന്നതുവരെ വെയിറ്റ് ചെയ്യും. അങ്ങനെ അത് വീണ്ടും 30 വർഷം കൂടി ജീവിക്കും. ഈ പ്രക്രിയയ്ക്ക് കുറഞ്ഞത് 5 മാസം എടുക്കും. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വേദനയില്ലെങ്കിൽ ഒരു നേട്ടവുമില്ല എന്നതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന വിജയത്തിലെത്താൻ ഒരുപാട് സാക്രിഫൈസ് ചെയ്യണം, ഒരുപാട് കഠിനാധ്വാനം ചെയ്യണം. നിരാശയും ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാതെ ആർക്കും അതിജീവിക്കാൻ അസാധ്യമാണ്. നമ്മൾ മാറാൻ തയ്യാറാകണം. അതിന് ഒരു പടി കൂടി മുന്നോട്ട് പോകേണ്ടി വരും. നിങ്ങൾക്ക് പ്രയോജനപ്രദമല്ലാത്ത ടോക്സിക് ചിന്തകളിൽ നിന്ന് മുക്തി നേടണം. ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ കഴുകനെ പോലെ മുന്നേറാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.